യേശു ക്രിസ്തു നമുക്ക് സകലത്തിലും മാതൃകയാണ്. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നതിന് ശേഷമാണ്. അവൻ ആത്മാവിൻ്റെ നിറവോടെ ജോർഡാൻ വിട്ടു മടങ്ങി മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷകളെ വചനത്താൽ ജയിച്ച കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. അവിടെയാണ് കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. നമുക്കെല്ലാ കാലത്തും എല്ലാത്തിലും മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച, യേശുവിനോടൊപ്പമായിരുന്ന, താൻ വിളിച്ചു വേർതിരിച്ച അപ്പോസ്തലന്മാരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലന്മാരും തൻ്റെ ശുശ്രൂഷ, അവരുടെ മിനിസ്ട്രി ആരംഭിക്കുന്നത്, യഥാർത്ഥത്തിൽ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രയാണം അവർ തുടങ്ങുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പിതാവിനോട് പറഞ്ഞ, പിതാവ് അരുളി ചെയ്ത വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ മാളികമുറിയിൽ ആ 120 പേർ ഒന്നിച്ച് സ്വീകരിച്ച് പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായ ശേഷം അവർ ആത്മനിറവോടുകൂടെയാണ്, പരിശുദ്ധാത്മ ശക്തിയോടുകൂടെയാണ് അപ്പോസ്തലന്മാരും അവരുടെ ശുശ്രൂഷ ആരംഭിച്ചത്. ഇങ്ങനെ യേശുവിനെ നാം നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ, ആദിമ സഭയെ നമ്മൾ നോക്കുമ്പോൾ, ഇവരെല്ലാം പരിശുദ്ധാത്മാവിനെ കൂടാതെ അല്ല ശുശ്രൂഷിച്ചതും ക്രിസ്തീയ ജീവിതം നയിച്ചതും. അവർക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ അവർക്ക് ശുശ്രൂഷിക്കുവാനോ പരിശുദ്ധാത്മാവിനെ കൂടാതെ അവർക്ക് യേശുവിൻ്റെ സാക്ഷിയാകുവാനോ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, യേശുവും ഭൂതങ്ങളെ പുറത്താക്കിയത് പരിശുദ്ധാത്മാവിനാലായിരുന്നെങ്കിൽ, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, യേശു കർത്താവ് മാതൃകയായെങ്കിൽ, അപ്പോസ്തലന്മാർ മാതൃകയായെങ്കിൽ, ആദിമസഭ മാതൃകയായെങ്കിൽ, ഞാനും നിങ്ങളും എത്ര അധികമായി ഈ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം പ്രിയപ്പെട്ടവരെ. Jesus Christ started his ministry with the power of the Holy Spirit. He was fasting, and after the fasting we read that he came out with the fullness of the power of the Holy Spirit. With that fullness and power he went around doing good, and all the miracles were conducted by Jesus with the power of the Holy Spirit. And this is not different from what apostles did. The apostles, they waited for the Holy Spirit, and in Acts chapter 2 you find the Holy Spirit comes so powerfully on these people, and these people were totally changed, radically changed, and they were doing the ministry with the power of the Holy Spirit. And if Jesus is our model, if the apostles followed that model, how much more you and me need the power of the Holy Spirit to conduct the Christian life, to move forward in the spiritual life. How much sobering and important this is in our life. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഈ ദിവസങ്ങളിലെല്ലാം ബ്രദർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുക്കുന്ന വിഷയങ്ങൾ കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ബ്രദർ പ്രസംഗിച്ചായിരുന്നല്ലോ, പക്ഷേ അതൊന്ന് വീണ്ടും എടുക്കണം. യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി നമ്മളെ ഒരുക്കേണ്ടത് ആരാണ്? വി നോ ദിസ് ഇയർ, ഞങ്ങളെ സംബന്ധിച്ച് ദ ഇയർ ഓഫ് പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാരണം വേദപുസ്തകം പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ് നിങ്ങളെയും ഉയർപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതുകൊണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരാളം ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ടോ ഒരിക്കലും തൻ്റെ മണവാട്ടിയായി നമുക്ക് ഒരുക്കപ്പെടുവാൻ കഴിയുകയില്ല. സാധാരണ വ്യക്തിയായ എന്നെ, സാധാരണ സഭയാകുന്ന നമ്മെ അസാധാരണമായ ഒരു തലത്തിലേക്ക്, നിലവാരത്തിലേക്ക് പണിതുയർത്തണമെങ്കിൽ, ഒരു മണവാട്ടിയായി നമ്മളെ മാറ്റണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ, 10 കന്യകമാരുടെ കാര്യം പറഞ്ഞപ്പോൾ, എണ്ണയില്ലാത്തവർ
സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. എണ്ണ പരിശുദ്ധാത്മാവിന് നിഴലാണ്. ഞാൻ അടുത്ത ആഴ്ചകളിൽ പരിശുദ്ധാത്മാവിന്റെ സമാന്തര ചിന്തകൾ എന്ന വിഷയത്തിൽ അത് ഉൾപ്പെടുത്തും. എണ്ണ, വീഞ്ഞ്, കാറ്റ്, പ്രാവ്, തീയ്, ഇങ്ങനെ പരിശുദ്ധാത്മാവിന് സമാന്തരമായി നിൽക്കുന്ന ചിന്തകളുണ്ട്. വെളിപ്പാടുകളുണ്ട്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിനായി നമ്മളെ ഒരുക്കുന്നതും യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ നിലനിർത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ വാക്യം മതി എല്ലാറ്റിനും വേണ്ടി. പരിശുദ്ധാത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളവരെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു വരുന്നത്. 2, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. അത് ഉയരത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. അത് തിരിച്ചു പോകാൻ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് പോയ സഹോദരങ്ങൾ അവിടെ അങ്ങ് 10 വർഷം 20 വർഷം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ എന്നെങ്കിലും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ വരണം. എന്നെങ്കിലും തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ വരണം. എവിടെയാണോ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, എവിടെയാണോ നിങ്ങളുടെ പൗരത്വം, ആ പൗരത്വമുള്ളിടത്തേക്ക് നിങ്ങൾ മടങ്ങി വരണം. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് അത് സ്വർഗത്തിലാകുന്നു. ഞങ്ങൾക്ക് ആ സിറ്റിസൺഷിപ്പ് തന്നത്, ഞങ്ങൾക്ക് ആ വീസ അടിച്ചത് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്നപ്പോഴാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ഇതേ ആത്മാവ് നമ്മളെ അവിടേക്ക് തന്നെ കൊണ്ടുപോകാനാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. We are continuously discussing on the Holy Spirit, and a certain person called me and told me that you need to continuously talk on the second coming, and that's important. Even this year's continuous theme is that a people prepared for the coming of the Lord, and coming of the Lord and the second coming and the preachings of the coming are very important. But the most important thing which we need to think about is who is preparing us for this coming. It's the Holy Spirit which prepares us for the second coming of the Lord. Holy Spirit is the one who prepares the church without blemish, spotless, for the coming of the Lord, to present the whole church before the Lord. That's the work of the Holy Spirit, and without the Holy Spirit no one can reach heaven. A person without having the Holy Spirit, he doesn't belong to Jesus at all. So the Holy Spirit's preparation of our life is very much important. Secondly, our citizenship is not here, but our citizenship is in heaven. And how do we go there? How do we get there? Who has stamped that seal on us? It's the Holy Spirit. Without that seal, we will not be able to reach heaven. So the works of the Holy Spirit is most important, and how the Holy Spirit prepares the church is most important, and we need to have a clear-cut understanding of the works of the Holy Spirit. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച പദം ഇതാണ്: പരിശുദ്ധ ആത്മാവിനെ നാം കാണേണ്ടത് ഒരു വ്യക്തിയായിട്ടാണ്. അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. കേവലം ഒരു കാറ്റോ, കേവലം ഒരു ശക്തിയോ, കേവലം ഒരു അനുഭൂതിയോ അല്ല പരിശുദ്ധാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ അനുഭൂതികളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ജനം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഭയങ്കര ശക്തിയോടിരിക്കുമ്പം കളിയാക്കാനും പരിഹസിക്കാനും ആ ഹോളിനകത്ത് വന്ന് കയറിയ സന്നദ്ധി സംഘത്തോടും യഹൂദന്മാരോടും റോമാക്കാരോടും പരീശന്മാരോടും പുരോഹിതന്മാരോടും പറഞ്ഞത്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പത്രോസ് പറഞ്ഞതിൻ്റെ കാരണം അതാ. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ഇത് മറ്റൊന്നല്ല, ഇവർ വീഞ്ഞു കുടിച്ചതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഒരുത്തനിൽ വന്നാൽ ചിലത് കേൾക്കാൻ പറ്റും. പത്രോസ് പറയുന്നു, നിങ്ങൾ ഈ കാണുകയും നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ അത് അനുഭവിക്കുവാൻ കഴിയും. അത് ചില വ്യക്തികളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ അല്ല, അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആത്മീയത ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടത് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്.
പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. 2020 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലും കബർന്നഹോമിലും നയ്യിനിലും ബഥാനിയയിലും യേശു കർത്താവ് സഞ്ചരിച്ചതുപോലെ, നടന്ന് രോഗികളെ സൗഖ്യമാക്കിയതുപോലെ, അന്ന് ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അവൻ്റെ ആത്മാവ് ഈ 2021 ഈ ഭൂമിയിലുണ്ട്. ഇതൊരു ഗ്രേസ് പീരീഡാണ്, ഇത് കൃപയുഗമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം മടക്കി വിളിക്കുന്ന, തൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന ഒരു സമയം വരുന്നു. അതുവരെ കൃപയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അതുവരെ ജനം രക്ഷയിലേക്ക് വരുവാൻ സാഹചര്യമുണ്ട്, സത്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആ സാഹചര്യങ്ങളുണ്ട്. അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് സകല സത്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, വചന സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, പരസ്പര സ്നേഹങ്ങളും ആത്മീയ കൂട്ടായ്മകളും ഇന്നിവിടെ ഉള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന ഒരു നാൾ വരുന്നു. ആ കാലത്ത് ഈ ഭൂമിയിലായിരിക്കുന്നവർ ഒരു ഭയാനകമായ നാളിനെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. What we discussed was Holy Spirit is a person, and Holy Spirit is not just a wind or power or some experience, but when Holy Spirit comes, you will have clear experience. That's why Peter said to the crowd which was around him, mocking all those was happening, Peter said, what you see and hear is that the Holy Spirit came upon all of us, as it was prophesied in the end times, I will pour out my spirit on all flesh. And what you see and hear is just the manifestation of that spirit. So what is implied is there is always the experience of the Holy Spirit on people. You need to experience the Holy Spirit. Next thing is, Holy Spirit is God. He is not just something lesser, but Holy Spirit is co-equal to God. And the third thing, Holy Spirit is now here. As the Holy Spirit was operative in the first century with Jesus Christ, with the apostles, with the first century church, Holy Spirit is here now, alive and operative, as powerful as Holy Spirit was at that point of time. And until Holy Spirit is taken up from the earth, the door of the grace is open, the door of the church is open, the door of the gospel is open to all people, and people can come to faith. Once he is taken up, no more there will be any chance. So the teaching of the Holy Spirit is important. Until the Holy Spirit is taken up, we will have the grace, we will have all revelations, we will have all the providence from God. But once he is taken up, there is no hope at all. ശ്രദ്ധിക്കേണ്ട ഒരു അതിപ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്, ഒന്ന്, യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി, രണ്ട്, നിത്യതയിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് യേശു കബർന്നഹോമിലൂടെയും നയ്യീനിലൂടെയും ജെറിക്കോയിലൂടെയും നടന്നു പോകുമ്പോൾ ജനം യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് കർത്താവ് നിന്ന് അവൻ്റെ അരികിൽ വന്നതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ എന്ന് നിങ്ങൾ വിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ക്ഷണിച്ചാൽ, അവൻ്റെ മുഴുവാളത്വത്തോടുകൂടെ, അവൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ അവൻ നിങ്ങളിലേക്ക് വന്നിറങ്ങും. കാരണം ഇന്ന് അവൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട്. പ്രധാനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രധാന അനുഭവങ്ങൾ എന്തെല്ലാമാണ്? ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഞാൻ കയറുകയാണ് പ്രിയപ്പെട്ടവരെ. പ്രധാന അനുഭവങ്ങൾ എന്തെല്ലാമാണ്? ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വാട്ട് ഡു വി എക്സ്പീരിയൻസ് വെൻ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് കംസ് അപ്പോൺ അസ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? പ്രധാനമായും നമ്പർ one, when the Holy Spirit of God comes upon you, Jesus Christ will become a reality to you. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമായി തീരും. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ഒത്തിരി ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലുണ്ടാകാം. ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറയുന്നവരുണ്ടാകാം. ഐ എം എ born again person, I am a believer
എന്ന് പറയുന്നവരുണ്ടാകാം. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ വീണ്ടും ജനിച്ചവനാണെന്നൊക്കെ പറയുന്നവരുണ്ടാകാം. പക്ഷെ എത്ര പേരുടെ ജീവിതത്തിൽ യേശു അവർക്കൊരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവായി തീരുന്നില്ല. കർത്താവായി തീരുക എന്ന് പറഞ്ഞാൽ കർത്താവേ കർത്താവേ എന്ന് വാഗൊണ്ട് വിളിക്കുന്ന വിളിയെക്കുറിച്ചല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, നിയന്ത്രണം, ലോർഡ്ഷിപ്പ് അവൻ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തെ യേശു കർത്താവ് ഏറ്റെടുക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നത്. ഒന്നും കൂടെ ഞാൻ അതിനെ ആഴമായിട്ട് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി, കർത്താവായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും സ്വീകരിക്കാൻ കഴിഞ്ഞതും ഇന്ന് ആ യേശുവിന് വേണ്ടി നിലകൊള്ളാൻ കഴിഞ്ഞതും. ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അതൊന്ന് വ്യക്തമാക്കാം. മറിയം, ജോസഫ്, മേരി, അതിലെ മേരി, മറിയം, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കന്യകയായ മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ മാലാഖ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹൈലി ഫേവേർഡ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വലിയ ഫേവർ നിനക്കുണ്ടായിരിക്കുകയാണ്. ആ വന്ദനസ്വരം കേട്ടിട്ട് മേരി തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെയാണ് കാണുന്നത്. ആ ഏഞ്ചൽ മേരിയോട്, മറിയത്തോട് പറയുന്ന ഒരു അതിപ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായവൻ നിന്റെ ഉദരത്തിൽ ജനിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു നിന്റെ ഗർഭപാത്രത്തിനകത്ത് ജനനമെടുക്കാൻ പോവുകയാണ്. ജനിപ്പിക്കാൻ കഴിയത്തില്ല, ജനിപ്പിച്ചതല്ല അവനെ, യേശു ജനിക്കുവാൻ പോവുകയാണ് നിന്റെ ഉദരത്തിനകത്ത്. ഉടനെ വളരെ നാച്ചുറലായ റിലത്തിൽ നിന്നുകൊണ്ട് മേരി ദൂതനോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അവിവാഹിതയാണ്, എനിക്ക് യാതൊരു പുരുഷനുമായിട്ടും ബന്ധമില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെയാണ് ഏഞ്ചൽ ഒരു വലിയ സത്യം ദൂതൻ പറയുന്നേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുവാൻ പോകുന്നത് വിശുദ്ധ പ്രജയായിരിക്കും, അവൻ ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനും വിമോചകനുമാകയാൽ അവൻ യേശു എന്ന പേർ വിളിക്കണം എന്ന് ദൂതൻ പറയുമ്പോൾ മേരി, മറിയം അവിടെ ഒരു കാര്യം തിരിച്ചു പ്രതികരിച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നും ലോകത്തിന്റെ രക്ഷിതാവായവൻ നിന്റെ ഉദരത്തിൽ ജനിക്കുമെന്നും ദൈവത്തിന്റെ ദൂതൻ വന്ന് മേരിയോട് ഇത് പറയുമ്പോൾ മേരി അതിന് പ്രതികരിക്കാതിരുന്നെങ്കിൽ, ഐ എം വെരി സോറി, മറ്റാരെങ്കിലും അന്വേഷിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി അവിടെ നടക്കത്തില്ല. ദൂതൻ ഇത് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് ദൂതൻ ഇത് പറയുമ്പോൾ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ടോണ്ടിരിക്കുക, ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ പ്രതികരണം ഏത് നിലയിലായിരിക്കുമോ അങ്ങനെ ഇരിക്കും ആ വചനം നിങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രതികരണം ഏത് നിലവാരത്തിലായിരിക്കുമോ അങ്ങനെ ഇരിക്കും ആ വചനം നിങ്ങളിൽ പ്രാവർത്തികമാകുന്നത്. ദൂതനാ നിങ്ങളോട്, ടിനു പാസ്റ്റർ അല്ല, മറ്റൊരു ബ്രദർ അല്ല, വേറെ ആരുമല്ല, സാക്ഷാൽ ദൈവദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ദൂത് പറഞ്ഞാലും നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പ്രതികരിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങളിൽ ആക്ടിവേറ്റഡ് ആകത്തില്ല. താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്,
കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറയുന്നത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ, വാ തുറന്ന് പ്രതികരിക്കുന്നവർ, അത് ഏറ്റെടുക്കുന്നവർ, അവരുടെ ശരീരത്തിൽ, അവരുടെ ആത്മാവിൽ, അവരുടെ ജീവിതത്തിൽ ആ പറയപ്പെട്ടത് അനുഭവിക്കുന്ന അനുഭവങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുവാനിടയാകും. സന്ദേശം ഇതാണ്. പരിശുദ്ധാത്മാവ് മേരിയിൽ വന്നപ്പോൾ എന്താണ് അവളിൽ സംഭവിച്ചത്? മേരി അവിടെ അന്യഭാഷ പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് മറിയത്തിൽ വന്നപ്പോൾ മറ്റൊന്നല്ല അവിടെ സംഭവിച്ചത്. മേരി ഒരു ഹീലിംഗ് മിനിസ്റ്ററായി തീർന്നില്ല. പരിശുദ്ധാത്മാവ് മേരിയിൽ വന്നപ്പോൾ സംഭവിച്ചത് യേശു അവളിൽ ഉരുവായി. ഇതുപോലെ തന്നെ പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടതുകൊണ്ടും നിങ്ങളിൽ വന്നതുകൊണ്ടുമാ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഉരുവായത്. When we are discussing on this topic of the works of the Holy Spirit, and when the Holy Spirit comes, what will happen? What will be the effect? What will be the experience? The first point is Jesus Christ becomes a reality to you when the Holy Spirit comes on us. In 1 Corinthians 12:3, we find that only through the Holy Spirit of God anyone can call Jesus Christ as God. So a best example to explain this is when the angel of the Lord came to Mary, and she was greeted, and she was said, oh favored one, and she was greeted in such a way, and she was almost caught off guard because of this greeting, and she was afraid. And when that happened, the angel said, Jesus Christ is going to be a birthing inside of you. And that was a great thing that was said to this young maid, and her response was, how can this happen? And the angel's response was like this: Holy Spirit will come upon you, and the power of the highest will overshadow you. Therefore also the Holy One is to be born, will be called the Son of God. This was what was said. And finally Mary said, behold the maidservant of the Lord, let it be to me according to your word. When the Holy Spirit comes, he will reveal the Jesus Christ to you, and if you believe, only that will get activated in you. That's why when she was singing this Magnificat, she was telling like this: blessed is the woman, blessed is the one who believed what the Lord said. Even if an angel comes to you, even if the greatest pastor comes to you and says a word, until and unless you believe with the full heart, take it to your heart, then that word will never be activated if you do not believe. So what Holy Spirit does is, it births Jesus Christ inside of you. It reveals Jesus Christ inside of you. And more than that, the lordship of the Lord is over you through the Holy Spirit. അപ്പോസ്തലനായ പൗലോസ് ഒരു സമയത്ത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു. യേശു ക്രിസ്തു എന്ന് കേൾക്കുന്നത് തന്നെ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആൾക്കാരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഷൗലാണ് പിന്നെ പൗലോസായി മാറിയത്. പ്രൈസ് ഗോഡ്. അതുപോലെ ദൈവസഭയെ മുടിച്ച, ഉപദ്രവിച്ച, പ്രത്യേകിച്ച് ഭയങ്കര റിവൈവൽ നടന്ന ചർച്ചാണ് ജെറുസലേം ചർച്ച്. പരിശുദ്ധാത്മാവ് തീയായിട്ട് ഇറങ്ങി വന്ന സഭയാണ് യെരൂശലേമിലെ സഭ, ആദിമസഭ. ആ സഭ ക്ലോസ് ചെയ്യിക്കാൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ആ സഭ അടച്ചു പൂട്ടിക്കാൻ, കേസ് ഫയൽ ചെയ്യാനായിട്ട് എല്ലാം എഴുതി ഡോക്യുമെന്റ് ഉണ്ടാക്കി എല്ലാ അഡ്വക്കേറ്റിനെയും കണ്ട് കോടതി കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് ആ ചർച്ച് പൂട്ടിക്കാൻ. ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട ദൈവസഭ ക്ലോസ് ചെയ്യിക്കാൻ, പൂട്ടിക്കാനായി താൻ പോകുന്ന വഴിയിലാണ് സ്വർഗീയ ദർശനം തനിക്കുണ്ടായതും കർത്താവ് തന്നെ തൊടുന്നതും. ശൗലേ ശൗലേ, നീ മുള്ളിനോട് ഉദയ്ക്കുന്നതെന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ എന്ന് അവനോട് കർത്താവ് പറയാനായിട്ടിടയായത്. എന്നാൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് പിന്നത്തേതിൽ ഹല്ലേലൂയ അനന്യാസിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഈ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അതിപ്രധാനപ്പെട്ട ഒരു സത്യം വ്യക്തമാക്കുന്നു.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അത് എത്ര പേര് അതിനൊരു ആമീൻ പറയും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് the things which God has prepared for them that love him. Prepared. 2021 is the year of preparation. Prepared. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അമ്മ, നിങ്ങളുടെ ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരൊരു ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാ? ഇന്നിപ്പോ സർവീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കാണാം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ ഭക്ഷണം ഒരുക്കുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? പ്രിപ്പയർ ചെയ്യുന്നത് സെർവ് ചെയ്യാനാണ്, ഒരുക്കുന്നത് വിളമ്പാനാണ്, അല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഒരുക്കാൻ പോകുന്നതല്ല. എന്തെങ്കിലുമൊക്കെ ഇവന് വേണ്ടി ഒന്ന് ഒരുക്കണം. നമ്മൾ പറയത്തില്ലേ, പിള്ളേർക്ക് വേണ്ടി ഞാനൊന്നും ഇതുവരെ ഒന്നും സേവ് ചെയ്തിട്ടില്ല, ഇനിയുള്ള നാളുകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കണം എന്ന് പറയുന്ന അപ്പനല്ലിത്, എന്ന് പറയുന്ന അപ്പനല്ലിത്. ഓൾറെഡി അവിടെ എഴുതിയിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നല്ല. The things which God has prepared for them that love him. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുള്ളത്. ദൈവം ബ്രദർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സിസ്റ്റർ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പാസ്റ്റർ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബ്രദറെ, പ്രിയ സഹോദര, പ്രിയ പുരോഹിതനെ, പ്രിയ സഹോദരി, പ്രിയ ബ്രദറെ, പ്രിയ സിസ്റ്ററെ, പ്രിയ ഇവാഞ്ചലിസ്റ്റ്, വർഷിപ്പ് ലീഡർ, നിങ്ങൾ ആരോ ആകട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാദ്യം മനസ്സിലാക്കുക. ഒരുക്കിയിട്ടുള്ളത് സെർവ് ചെയ്യാനാണ്. പക്ഷേ അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എനിക്കത് ഇതുവരെ എന്തുവാന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, നമുക്കോ, മറ്റൊരു കൂട്ടത്തെ പറയുന്നു, ദൈവം എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊരു കാറ്റഗറിയെ പൗലോസ് അവിടെ എടുക്കുകയാണ്. നമുക്കോ, അവരാരാണ്? ചിൽഡ്രൻ ഓഫ് ഗോഡ്, തന്റെ മക്കൾ. നമുക്കോ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ഒരുക്കിയിട്ടുള്ളത്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തരുന്നു. എന്ത്? ഒരുക്കിയിട്ടുള്ളത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. The Spirit of the Lord is searching all things, yeah, the deep things of God. Hallelujah. നമുക്കറിയാം, നമ്മളെല്ലാം ഈ ആധുനിക കാലഘട്ടത്തിൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗൂഗിൾ എന്ന ആ ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒരു കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണമെങ്കിൽ, ഒന്ന് അന്വേഷിക്കണമെങ്കിൽ വളരെ പ്രയോജനമുള്ള ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ്. ഈ ഗൂഗിളിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം, ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പം, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഒരു പഠനത്തെക്കുറിച്ച്, ഇപ്പോൾ ജർമ്മനിയിലോ കാനഡയിലോ പോയി പഠിക്കാൻ, ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഒരു കല്യാണാലോചന വരുമ്പം ഈ കല്യാണം ദൈവഹിതമാണോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, കർത്താവേ ഇത് തുടങ്ങണോ വേണ്ടായോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോവാ, പ്രൈസ് ഗോഡ്, ഞാൻ ട്രിവാൻഡ്രത്ത് മിനിസ്ട്രി ചെയ്യാൻ പോവാ, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷയ്ക്ക് പോവുക. ഇറ്റ് ഈസ് എ വിൽ ഓഫ് ഗോഡ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളും ഗൂഗിൾ തരും. പക്ഷേ ഒരിക്കലും തിരുവനന്തപുരത്ത് നിങ്ങൾ മീറ്റിങ്ങിന് പോകുന്നത് ദൈവഹിതമാണോ എന്ന് ഗൂഗിളിന് പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും, ഒരു 99% കാര്യങ്ങളും ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് തരും. But the Bible says, but God has revealed them to us by the Spirit, by His Spirit. For the Spirit searching all things, searching all things, yeah, the deep things of God. നിങ്ങൾക്ക് ദൈവഹിതം സെർച്ച് ചെയ്ത് തരുവാൻ,
ദൈവഹിതം മനസ്സിലാക്കി തരുവാൻ, ദൈവഹിതം വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ഒന്നേ ഈ ലോകത്തിലുള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയത്തുള്ളൂ. മനുഷ്യർ വളരെ ബുദ്ധിയുള്ളവരാണ്. മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ്ഡ്. എല്ലാം ശരി തന്നെയാണ്, ശാസ്ത്രം വളരെ പുരോഗമിച്ചു. പക്ഷേ നമ്മുടെ സ്വന്തം കണ്ണിൻ്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന സ്വന്തം പുരികം നമുക്ക് സ്വന്തമായിട്ട് കാണാൻ മേല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ? ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ കൺമുമ്പിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് നിന്ന് നിങ്ങളോട് പൈസ ചോദിക്കുന്നു, നിങ്ങൾ പണം എടുത്തു കൊടുക്കുന്നു, നിങ്ങൾക്ക് ആ പണം തിരികെ തരാതെ ആ വ്യക്തി കവിളിപ്പിച്ചു പോകുന്നു. തൊട്ടടുത്ത് വന്നിരുന്ന ഐസ്ക്രീം കുടിച്ചവനെയും ചായ കഴിച്ച് കാശ് മേടിച്ചുകൊണ്ട് പോയവനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതത്തെ, ദൈവത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ ഹൃദയത്തെ, ദൈവത്തിൻ്റെ മനസ്സിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവുള്ളവർക്കും പരിശുദ്ധാത്മാവില്ലാത്തവർക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണമായി പറയുന്നത്. പഴയ നിയമത്തിൽ നിന്ന് തന്നെ പറയാം, പുതിയ നിയമത്തിൽ നിന്നും പറയാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടു വരികയാണ്. മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെടുകയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. പുറകെ ഫറവോനും സൈന്യവും അനുഗമിക്കുന്നു എന്ന റിപ്പോർട്ട് അവർക്ക് കിട്ടി. ഫറവോന്റെയും സൈന്യത്തിന്റെ കയ്യിൽ പെട്ടാൽ അവിടെ വെച്ച് അവരെ തീർക്കും. അവര് തന്നെ പറഞ്ഞു, ആ മിസ്രൈമിയ ആൾക്കാർ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം തന്നെ പറഞ്ഞു, ഈ കടൽക്കര ഞങ്ങളുടെ എല്ലാം സെമിത്തേരിയാണ്, ഇവിടെ എല്ലാം ഞങ്ങളെ കൊല്ലാനാണോ നീ കൊണ്ടുവന്നത്? അവിടെ എങ്ങും ശവക്കോട്ടയില്ലാഞ്ഞാണോ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നതെന്ന് വരെ മോശയോട് ചോദിച്ചു. അപ്പോൾ ആത്മാവില്ലാത്തവന്, പരിശുദ്ധാത്മാവില്ലാത്തവന്, ദൈവത്തോട് ബന്ധമില്ലാത്തവന് കൃത്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചും കഴിച്ച് ഡിന്നറും കഴിച്ച് എനിക്ക് എൻ്റെ കാര്യമൊന്നും പറഞ്ഞു പോകുന്നവന്, അത് കിട്ടിയില്ലെങ്കിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ പരിശുദ്ധാത്മാവില്ലാത്തവൻ അവിടെ നിന്ന് പിറുപിറുക്കുമ്പോൾ ആത്മാവുള്ള മോശ ആ കടലിന്റെ നടുക്കൂടെ ഒരു വഴി കാണുക. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ ഒരു വഴി കാണുക. ദൈവം ഒരുക്കിയ വഴി കാണാൻ ആത്മാവുള്ളവനെ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ വഴി കാണാൻ പരിശുദ്ധാത്മാവുള്ളവനെ പറ്റുള്ളൂ. ജഡീകന്മാർക്ക് പുറകെ നിന്ന് പിറുപിറുക്കുന്നവർക്ക് അത് സെമിത്തേരിയ, പക്ഷേ മോശയുടെ മുമ്പിൽ അത് നാഷണൽ ഹൈവേയാ. വല്ലതും മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തുന്നു. എനിക്കങ്ങനെ പരിചയമുള്ള, അങ്ങനെ അനുഭവമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്. മോളുടെ കല്യാണം എവിടെ വെച്ച് നടത്തും, നിന്റെ കാര്യം എന്നാകും, അതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, വീട്ടിൽ ഇങ്ങനെ പോയാൽ എന്തായി തീരും, കാര്യങ്ങൾ എവിടെ ചെന്ന് എത്തിച്ചേരുമെന്നൊക്കെ പല മനുഷ്യരും ബുദ്ധിക്കകത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിക്കുമ്പം പരിശുദ്ധാത്മാവുള്ളവൻ പറയും, അത് കറക്റ്റ് സമയമാകുമ്പോൾ കർത്താവ് നടത്തും, അത് കൃത്യസമയമാകുമ്പോൾ ദൈവം ഒരുക്കും, അത് കൃത്യസമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. കാരണം ദൈവം ഒരുക്കിയിട്ടുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം ദൈവാത്മാവുള്ളവനെ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേൽ ജനത്തിന്റെയും മോശയുടെയും ചരിത്രം നിങ്ങളോട് പറഞ്ഞത്. ചെങ്കടലിന്റെ നടുക്കൊരു വഴിയുണ്ട് എന്ന് ആത്മാവുള്ള മോശയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പുറകെ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പുതിയ നിയമത്തിലും ധാരാളം സംഭവങ്ങൾ എടുത്ത് എനിക്ക് വ്യാഖ്യാനിക്കുവാനുണ്ട്. What the Holy Spirit does is, Holy Spirit reveals the mind of God, the will of God to all of us, those who believe. And this we read in 1 Corinthians chapter 2, verse 9 to 12, especially verse 9 and 10. Eye has not seen, nor ear heard, nor have entered into the heart of man the things which God has prepared for those who love him. And from this verse, what we get is, the Lord has already prepared everything for us. He's not going to prepare something already prepared. And something which is prepared is for him to serve, to give to us. So believe that the Lord has something solid, substantial, very precious prepared for all of us. And second thing, it is said no one can understand. It's so deep. But in verse 10 it says, but God has revealed them to us through his Holy Spirit, for the Holy Spirit searches all things, yes, the deep
things of God. The best example Pastor said is the Google search engine. If you want to search something, you can just go type and hit search. You will get almost 99% details of what you are searching. But if you want to understand the will of God, the sovereign will of God, the perfect will of God, then Google will not help. Even human faculties will not help to understand what is perfectly the will of God. And that work is done by the Holy Spirit. And a person who has the Holy Spirit thinks and sees circumstances entirely different from other people who don't have the Holy Spirit. Another classical example from the Old Testament is when the Pharaoh was pursuing the Israelites. They are at a juncture, they cannot move forward, and these people are frightened. All of them, almost all of them murmured. They saw just symmetries, and the man of God who is having the Holy Spirit, Yes. he looked at the problem, he looked at the Red Sea. He is not seeing the Red Sea, he is not seeing the symmetry, he is seeing a greater highway which is beneath the Red Sea. That is the power of the Holy Spirit, and a person who is having the Holy Spirit which reveals the will of God. ആ 10ാമത്തെ വാക്യം ഭയങ്കര വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നു. ആരോടൊക്കെയോ ഇന്ന് ഈ പകലിൽ കർത്താവ് അറിയിക്കുകയാണ് സഹോദരങ്ങളെ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കും, ദൈവത്തിൻ്റെ ഹിതങ്ങളായിരിക്കും. അതൊരിക്കലും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. അത് പരാജയത്തിനല്ല, അത് വിജയത്തിനത്രേ. അത് തകർച്ചയ്ക്കല്ല, അത് ഉയർച്ചയ്ക്കത്രേ. ദൈവം ഒരിക്കലും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കത്തില്ല. ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, സ്തോത്രം, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ സകലത്തിലും വളർച്ച പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ എഫെസോസിലുള്ള സഭയോട് പൗലോസ് പറയുന്ന പോലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു മെസ്സേജ് പറഞ്ഞാൽ, ഒരു പ്രൊഫസി പറഞ്ഞാൽ, ഒരു വചനം പറഞ്ഞാൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കത്തില്ല. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? നിങ്ങളെ ടെൻസ്ഡ് ആക്കത്തില്ല, നിങ്ങളെ വറീഡ് ആക്കത്തില്ല, നിങ്ങളെ ഡെസ്പാക്കത്തില്ല. ആമേൻ. കാരണം ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നതാ. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നതാ. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും എന്നെ എക്വിപ്പ് ചെയ്യുന്നതാ. പക്ഷെ പിശാചിന്റെ വോയിസ് എപ്പോഴും എന്നെ ഡൗൺ ചെയ്യിക്കുന്നതാ. പിശാചിന്റെ ശബ്ദം എപ്പോഴും എന്നെ വറീഡാക്കുന്നതാ. പിശാച് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫെയ്ത്ത് ലെവലിൽ നിന്ന് അത് ഡൗൺ ആക്കി കളയും. എന്നാൽ ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളെ അത് എൻകറേജ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഒരു അവിശ്വാസിയോ പാപിയോ ജാതികേനോ വന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില ആലോചനകൾ അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ നടുവിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നെടുമ്പാട് വീണ് അവൻ്റെ വിശ്വാസം വർദ്ധിക്കുമെന്ന് പറഞ്ഞത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ ഒരിക്കലും നിന്റെ വിശ്വാസം കളയുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാ, നിന്നെ എൻകറേജ് ചെയ്യുന്നതാ, നിന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നതാ, നിന്നെ ബലപ്പെടുത്തുന്നതാ. മനസ്സിലായവർ ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ആകാത്തവരും കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തുന്നു. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ടാകുമ്പോൾ, നിശ്ചയമായും എന്നോട് സംസാരിക്കുന്ന ഈ ദൈവദാസന്മാരോട് സംസാരിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് നിങ്ങളോടും സംസാരിക്കുന്നവനാണ്. ഇനി പ്രൈസ് ഗോഡ്, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദി ലോർഡ്. അതിന്റെ 11-12 വചനം നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യത്തെ 9ാമത്തെ വാക്യം മാത്രം വായിക്കാനാണ് നമുക്ക് ഇഷ്ടം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിട്ടി ഊത് കിട്ടി ഇന്ന് സ്തോത്രം ഞാൻ പോവാ അല്ല, താഴോട്ടുള്ളതും വായിക്കണം. പ്രൈസ് ഗോഡ്. 11ാമത്തെ വാക്യം, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ല. നമ്മൾ പറയത്തില്ലേ, എന്നെ എനിക്കറിയാവുന്ന പോലെ പിന്നെ ദൈവത്തിനെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സത്യമല്ലേ? സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? യഥാർത്ഥമായിട്ട് 30 വർഷം
ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. ഇതുവരെ എല്ലാ ഭർത്താക്കന്മാർക്ക് യഥാർത്ഥമായി അവരുടെ ഭാര്യമാരെ പിടികിട്ടിയിട്ടില്ല, 40 വർഷം കഴിഞ്ഞെങ്കിലും. പ്രൈസ് ഗോഡ്. പക്ഷേ നിങ്ങൾ ആരെന്നും നിങ്ങളുടെ പ്രവൃത്തി, രഹസ്യ പരസ്യ പ്രവൃത്തികൾ എന്തെന്നും നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ നിങ്ങളെ നന്നായി അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. മനുഷ്യനിലുള്ളത്, അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിലുള്ളത് ആരറിയും? നിഗൂഢതയാ അതിനകത്ത്. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത്, ദൈവത്തിന്റെ മനസ്സിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവഹിതം ചെയ്യുവാനും എല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവെ, എൻ്റെ ഇഷ്ടം എന്നിൽ നടക്കണം, നിന്റെ ഇഷ്ടം എന്നിൽ അറിയിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ പാടുന്ന കേട്ടു ആ മനോഹരമായ ഗാനം, നിൻ ഹിതമെന്നിൽ എന്നും നിറവേറണേ, നിൻ ഇഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാക്കണേ, ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ കൃപ തരണേ. ബ്യൂട്ടിഫുൾ ലിറിക്സ്. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഹിതത്തെ വെളിപ്പെടുത്തുന്ന, ആ ഇഷ്ടത്തെ അറിയിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വേണം. ഹല്ലേലൂയ. 12ാമത്തെ വാക്യം, കർത്താവിന്റെ അഭിഷിക്തനെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വായിക്കാതിരിക്കില്ല കേട്ടോ. നാമോ, സ്വന്തം കൈ നെഞ്ചത്തോട്ട് വെച്ച് പറഞ്ഞു, ഞാനോ, പറഞ്ഞ എല്ലാവരും, ഞാനോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി. ഓ, നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്ക്? നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്ക്? ദൈവം എനിക്ക് നൽകിയത് അറിയാനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. എന്തേലും ഒരു ആത്മാവ് കാണും, ഒന്നീ പരിശുദ്ധാത്മാവാണ്, അല്ലെ ദുരാത്മാവ് കാണും, എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശൗലിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് പോയപ്പോൾ എന്ത് വന്നു? ദുരാത്മാവ്. എന്തെങ്കിലും ഒന്ന് കാണും, അതുറപ്പ്. അതിലോട്ട് ഞാൻ ഇപ്പൊ പോകുന്നില്ല. സ്തോത്രം. ഇവിടെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി. ഒന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് ഒരുക്കിയത് അറിയാനായി. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയത് അറിയാൻ? താല്പര്യമുള്ളവർ രാമീൻ പറഞ്ഞ്, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയത് അറിയാൻ. എപ്പോഴത് സംഭവിക്കും? എങ്ങനെയാണത് സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ടെൻഷൻ കാണത്തില്ല അവർക്ക്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വറീഡ് ആയിരിക്കത്തില്ല. ആരെന്തോ നെഗറ്റീവ് അവനോട് പറഞ്ഞാലും, എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ, നെഗറ്റീവ് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുമെങ്കിലും പിന്നെ അവൻ കുടഞ്ഞെറിഞ്ഞ് ദൂരെ കളയും അതിനെ. കാരണം അവനെ അറിയാം അവന്റെ കർത്താവ് അവന് വേണ്ടി ഒരുക്കിയത്. ഹല്ലേലൂയ. കാരണം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ, സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കുമെന്ന. ഈ ലോകത്തിലെ പിതാക്കന്മാർ, അപ്പന്മാർ ഇത്രയും സ്നേഹിക്കുന്നെങ്കിൽ, മാതാപിതാക്കൾ ഇത്രയും സ്നേഹിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ എൻ്റെ അപ്പ, എൻ്റെ ഡാഡി എനിക്ക് ഒരു ദോഷവും വരുത്തുന്നവനല്ല. ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങൾ തിന്മയല്ല നന്മ തന്നെ പ്രാപിക്കും. നിങ്ങൾ പരാജയമല്ല വിജയം തന്നെ പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ ശത്രു, പിശാച്, മനുഷ്യൻ, ജഡീകൻ നിനക്ക് തിന്മയ്ക്കായി ചെയ്തതും എൻ്റെ ദൈവം നിനക്ക് നന്മയ്ക്കായി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന തന്റെ ആത്മാവിന്റെ ശക്തി അവൻ നിങ്ങളിൽ പകരട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. 12ാമത്തെ വാക്യം അങ്ങ് ഏറ്റെടുത്തോണം. നാമോ, പറഞ്ഞേ, ഞാനോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം എനിക്ക് ഒരുക്കിയത് അറിയാനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സത്യമല്ലേ? ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോഴല്ലേ സ്വർഗം ഉണ്ടെന്ന് അറിഞ്ഞത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോഴല്ലേ കൃപാദാനങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോഴല്ലേ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പാവുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ പരിശുദ്ധാത്മാവിനിൽ വന്നപ്പോഴല്ലേ ഈ വചന സത്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ആ പരിശുദ്ധാത്മാവിനിൽ വന്നപ്പോഴല്ലേ ഞാൻ അറിഞ്ഞതും പഠിച്ചു വെച്ചതുമായ പല പാരമ്പര്യങ്ങളും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ പരിശുദ്ധാത്മാവിനിൽ വന്നപ്പോഴല്ലേ ഏക സത്യ നിത്യം ദൈവം ഒരുവനേ ഉള്ളെന്നും, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നും, മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞത്. ദൈവം ഒരുക്കിയതിനെ ഞാൻ മനസ്സിലാക്കിയത്, അറിഞ്ഞത്.
ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ഞാൻ പ്രാപിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. പലർക്കും അസ്വസ്ഥതയാ പ്രാപിച്ചാട്ടെ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ബൈബിളിലെ ഭാഷയാത്. ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. യെസ് പാസ്റ്റർ. The Holy Spirit reveals the will of God to us, and always the will of God is perfect. It's not for your destruction, it's not for your sorrow and suffering, it's for always blessing, and it's for your goodness, and the goodness and mercies will always follow you. The will of God is always perfect for you, and the counsel of God is always building you up. It will encourage you, it will build your faith, it always provides a positive ambience in your home and in your heart, and you can very well detect this with the evil's scheme. The word of the evil will always bring confusion, it will always bring sorrow, and it always makes the home into a turmoil. But the will of God is always perfect, and that's why Paul said, when a sinner comes into your church and when he hears the word, always there will be a repentance happening. He will be falling down and he will be converted, and faith begins to grow. That is the power of the revelation of the will of God. And in verse 11 and 12, Paul specifically says, man knows the things of a man except the spirit of the man which is in him. Even so, no one knows the things of God except the Spirit of God. So you can understand what a human being is thinking, or you can understand yourself from your own spirit. But to understand the will of God, only Holy Spirit, who has known the God, who has known the deep things of God, only He can reveal things to you. It's through the Holy Spirit you understood that there is a great Father up there in heaven for me. It's through the Holy Spirit you understood you are a sinner. It's through the Holy Spirit you understood that a precious blood of God always cleanses you. All the blessings of heaven, all the enlightenment you received, all the revelations you had, everything came directly through the Holy Spirit. Without the Holy Spirit you cannot live a spirit-filled life. അത് സംഭവിക്കും, അത് സാധ്യമാണ്. അപ്പോസ്തലന്മാരുടെ അനുഭവം അതാണ്. എനിക്കറിയാം ഈ സമയം ഒരു വലിയ ഹെവിനെസ്, ഒരു വലിയ ഭാരം, നാളുകളെക്കുറിച്ചുള്ള, ശുശ്രൂഷയെക്കുറിച്ചുള്ള, ജീവിതത്തെക്കുറിച്ചുള്ള, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, ഭവനത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, സുവിശേഷ വേലയെക്കുറിച്ചുള്ള, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്, ബിസിനസ്സിനെ കുറിച്ചുള്ള, ഇങ്ങനെ പല തരത്തിലുള്ള ഹെവിനെസ്, ഭാരം അവരുടെ അകത്ത് നിന്ന് ഇങ്ങനെ നല്ല വെയിലടിക്കുമ്പോൾ ഈ സ്നോ ഇങ്ങനെ ഉരുകി വെള്ളമായിട്ട് പോകുന്ന പോലെ, ഐസ്ക്രീം കൊണ്ട് വെയിലത്ത് വെച്ചാൽ അതിങ്ങനെ ഒഴുകി പാല് പോലെ പോകുന്ന പോലെ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തുനിന്ന് അത് ഉരുകി പോകട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ദൈവം സംസാരിക്കുന്നതിന് നന്ദി. ഇത് ഒരു സ്ഥലത്തല്ല ഞാൻ കാണുന്നേ, ഒരു വ്യക്തിയായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാരണവരായി, ഒരു അപ്പനായി, ഒരു പിതാവായി നിന്ന് കൂടെ നടന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന എത്ര പശ്ചാത്തലങ്ങൾ ഈ തിരുവെഴുത്തിലുണ്ടെന്നറിയുമോ? അപ്പോസ്തല പ്രവൃത്തി 16 വാക്യം ഞാനൊന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 6. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പ്രഭുയിലെയിലും ഗലാത്യദേശത്തിലും കൂടെ അവർ സഞ്ചരിച്ചു. ആസിയിൽ, ഏഷ്യയിൽ പ്രീച്ച് ചെയ്യേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെന്ന്. ആ പദം നിങ്ങൾ കണ്ടോ? വെരി സ്ട്രോങ് വേർഡ്. ഒരു വീട്ടിൽ നിന്ന് ഒരു മോൻ ഭയങ്കര മഴയത്ത് ഇറങ്ങിപ്പാൻ പോവാ, ഭയങ്കര ഇടിയും മഴയും വെളിയിൽ നടക്കുക, കൊല്ലിയാൻ മിന്നി ലൈറ്റ്നിങ് ഉണ്ട്, ഭയങ്കര ഇടിയും മഴയും നടക്കുമ്പം ഒരു കൊച്ച് മിറ്റത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ അപ്പൻ പുറത്തുപോലെ കയറകത്ത് എന്ന് പറയുന്നത് പോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏഷ്യയിലോട്ട് പോകാൻ ഇറങ്ങി നിൽക്കുന്ന അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവ് വിലക്കിയെന്ന്. അതുകൊണ്ട് അവര് ഫ്രിഗിയയിലും ഗലാത്യയിലും കൂടെ സഞ്ചരിച്ചു. ഞാൻ മറ്റൊരു സംഭവം കാണിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ട്സ് ചാപ്റ്റർ 8
വേർഡ്സ് 29 and 39. 2 വാക്യം വായിപ്പിക്കാനുള്ള നേരെയുള്ള ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8:29. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം സംസാരിക്കില്ലേ? അതും ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇവരോട് ആരോട് ഒരു പ്രവാചകനല്ല വന്ന് പറയുന്നേ. വി ആർ വെയിറ്റിംഗ് ഫോർ ദ പ്രോഫറ്റ്സ്. Pentecostal people are waiting for the prophets. I love them, I bless them. ഇവരോടൊന്നും സംസാരിച്ചത് പ്രവാചകന്മാരല്ല. പ്രവാചകനെയും കൊണ്ട് ഒരുപക്ഷെ പ്രവാചകന്മാർ പറയുന്നതും നമുക്ക് 100% കൺഫേം ചെയ്യാൻ പറ്റുമോ? വ്യത്യാസങ്ങളുണ്ടാകാം. യോനായുടെ പുസ്തകത്തിലും പഴയ നിയമ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ ചില പ്രൊഫസീസിനൊക്കെ വ്യത്യാസം വന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ആക്യുറേറ്റ് ആകാതെ പോയത് നമ്മൾ കാണുന്നുണ്ട്. കാശ് മേടിച്ച് പ്രൊഫസ് ചെയ്തവരുണ്ട് ബൈബിളിൽ. പണം മേടിച്ച് ദൈവം പറയാത്തത് പൈസ മേടിച്ച് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇതിനേക്കാളെല്ലാം ഇതിനേക്കാളെല്ലാം ഏറ്റവും നല്ലൊരു കാര്യമായി പറയുന്നേ, വ്യക്തിപരമായി നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആ വോയിസ് ഉണ്ടല്ലോ, അത് വചനത്തിലൂടെ ശബ്ദമായി ഒക്കെ കർത്താവ് സംസാരിക്കും. അതിനെ തിരിച്ചറിയാൻ പറ്റണം. പിശാച് പറയുന്നതും ദൈവം പറയുന്നതും തിരിച്ചറിയാൻ പറ്റണം. അതെങ്ങനെയാ പാസ്റ്റർ ഞാൻ തിരിച്ചറിയുന്നത്? വെരി സിമ്പിൾ. പിശാചാണ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നതെങ്കിൽ നിങ്ങളെ വറീഡ് ആക്കും, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും, നിങ്ങളെ ടെൻസ്ഡ് ആക്കും, നിങ്ങളിൽ ഭയം വരും, പേടി വരും. പക്ഷെ പരിശുദ്ധാത്മാവാ നിങ്ങളോടത് പറയുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, സ്വസ്ഥതയും സമാധാനവും കിട്ടും. അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നെന്ന്. ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്നെ അസ്വസ്ഥനാക്കത്തില്ല. വാ തുറന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് ഒരിക്കലും എന്നെ അസ്വസ്ഥനാക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അരമുറി കാര്യം പറഞ്ഞിട്ട് പോകത്തില്ല. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഏഷ്യയിലോട്ട് പോവണ്ട. ക്രിസ്റ്റൽ ക്ലിയറാ, പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. സ്തോത്രം. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാ പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ. നീ ഇങ്ങനെ നടക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്ത്, ഫിലിപ്പോസേ ഫാസ്റ്റ് ക്വിക്ക് ഒന്ന് പെട്ടെന്നാട്ടെ, ചേർന്ന് നടക്കുന്നേ. ഒരാൾ കൂടെ നിന്ന് പറയുക. അവിടെ എനിക്ക് ഈ ഫിലിപ്പോസിനെ ഒരു വലിയ ഉണർവിന് വേണ്ടി എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്ററിനെ, എത്യോപ്യ എന്ന രാജ്യത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്ററിനെ സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഒന്ന്, ഫിലിപ്പോസ് ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിലെ ഭയങ്കര റിവൈവലിന്റെ നടുക്ക് നിന്ന മനുഷ്യനാണ്. ഭയങ്കര ഉണർവിന്റെ മധ്യ പട്ടണത്തിൽ ഭയങ്കര സന്തോഷം. ഞാൻ താഴോട്ടുള്ള ഭാഗങ്ങൾ അത് പറയുന്നുണ്ട്. അവിടെ മന്ത്രവാദികൾ വരെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വരുന്ന 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ സാമഗ്രികൾ, എക്യുപ്മെന്റ്സ് 50,000, 50,000 വെള്ളിക്കാശ് ഷെക്കേൽ. അന്നത്തെ ആ പണം എന്ന് പറയുന്നത് ഭയങ്കര. കാരണം യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് വെറും 30 വെള്ളിക്കാശിനാണ്. പരിശുദ്ധാത്മാവില്ലാത്ത യൂദ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് വെറും 30 വെള്ളിക്കാശിനാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച മന്ത്രവാദികൾ 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ സാമഗ്രികൾ കർത്താവിന് വേണ്ടി കത്തിച്ചു കളഞ്ഞു. പരിശുദ്ധാത്മാവില്ലാത്തവന് 30 വെള്ളിക്കാശ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളവന് 50,000 വെള്ളിക്കാശും കർത്താവിന് വേണ്ടി കളയണമെന്ന് പറഞ്ഞ് അവൻ കളയും. അത്രയേ ഉള്ളൂ വ്യത്യാസം ഇത് തമ്മിൽ. സ്തോത്രം. ഈ ഫിലിപ്പോസിലൂടെ ഭയങ്കര റിവൈവൽ നടക്കുക.
ആ സമയത്ത് ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവിന്റെ നിറവോടെ യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ അമേരിക്കയിലേക്ക് നടത്തിയെന്നല്ല, മരുഭൂമിയിലേക്ക് നടത്തി. സ്തോത്രം. ഇവിടെ ഫിലിപ്പോസ് ശമരിയ എന്ന പട്ടണത്തിലെ ഭയങ്കര ഉണർവിന്റെ മധ്യേ നിൽക്കുമ്പോൾ ഈ ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മ പറയുകയാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ ആരോരും ഇല്ലാത്ത സ്ഥലത്ത് പോയി നിൽക്കാൻ, മരുഭൂമി പോയി നിൽക്കാൻ. അതനുസരിക്കാനും ഏറ്റെടുക്കാനും ആത്മാവ് പറയുന്നത് കേൾക്കാനും മനസ്സ് കാണിക്കുന്നവർക്കായി സ്തോത്രം. മറുചോദ്യങ്ങളില്ലാതെ ഫിലിപ്പോസ് അവിടെ ചെന്ന് നിൽക്കുമ്പം പുള്ളി പോയി നിൽക്കുക, പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആത്മാ പറഞ്ഞു, അയ്യോ ഇങ്ങനെ നിന്നാ ഒക്കുകയില്ല, നീ അതാ തേര് വരുന്ന കണ്ടില്ലേ, ആ തേരിനോട് ചേർന്ന് നടക്കെന്ന് പറഞ്ഞപ്പം അടുത്ത 30-ാമത്തെ വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. ഫിലിപ്പോസ് ഓടി. ആത്മാവ് പറഞ്ഞത് നടക്കാനാ, പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞത് നടക്കാനാ, പക്ഷെ ആത്മഭാരം കൊണ്ട് പുള്ളി ഓടി. ഈ നടക്കാൻ പറയുമ്പോൾ ഓടുന്നവനെയാ കർത്താവിന് വേണ്ടേ, അല്ലാതെ ഓടാൻ പറയുമ്പോൾ നടക്കുന്നവനെ അല്ല, നടക്കാൻ പറയുമ്പോൾ എഴയുന്നവനെ അല്ല. പിടികിട്ടിയില്ല അല്ലേ? ഓടി കാണിച്ചു തരാം, പറഞ്ഞാൽ മതി. സ്തോത്രം. നടക്കാൻ പറഞ്ഞപ്പോ അവ ഓടി. കർത്താവിന് വേണ്ടി ആത്മഭാരത്താൽ ആ തേരിന്റെ അടുത്തോട്ട് അവൻ ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഇനി ഈ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞിട്ട് ഈ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട്, സ്തോത്രം, അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നതിന് 39-ാമത്തെ വാക്യം ഒന്ന് എടുക്കാവോ? വളരെ ശക്തമായൊരു കാര്യം ഞാൻ അവിടെ കണ്ടു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഫിലിപ്പോസ് ഷണ്ണനെ, ഈ എത്യോപ്യയിലെ ഫിനാൻസ് മിനിസ്റ്ററിനെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മനുഷ്യൻ ഫിലിപ്പോസിനെ കണ്ടില്ല. അവനും സന്തോഷത്തോടെ തിരിച്ചുപോയി. പിന്നെ ഈ ഫിലിപ്പോസിനെ എവിടാ കണ്ടതെന്നറിയാമോ? അടുത്ത വാക്യം നോക്കി. പിന്നെ അവര് ഫിലിപ്പോസിനെ കണ്ടത് അസ്തോദില. ഈ ജെറുസലേം ടു ഗസ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ജെറുസലേമിൽ നിൽക്കുന്ന മനുഷ്യനെ, അവിടെയാണല്ലോ അതിനോട് ചേർന്ന സിറ്റി ആണല്ലോ സമരിയ. ശമരിയയിലെ ഉണർവിലാണല്ലോ ഫിലിപ്പോസ് നിന്നത്. അവിടെ നിന്ന് ഗാസയ്ക്ക് പോകാൻ പറയുമ്പോൾ 76.6 കിലോമീറ്റർ ഉണ്ട്. ഒരു ഉണർവിന്റെ മധ്യേ നിന്നവനോട്, കൊട്ടാരക്കരയിൽ നിന്നവനോട് ആത്മ പറയും, വണ്ടിയില്ല, കാറില്ല, ബസ്സില്ല, അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരിക്കുമ്പം ഇവിടെ ഭയങ്കര ഉണർവിൽ നിന്നവനോട് പറയുക തിരുവനന്തപുരത്ത് പോയിട്ട് വരാൻ, അവിടെ ഒരു ശുശ്രൂഷയുണ്ടെന്ന്. അങ്ങനെ ചിന്തിക്കരുത്, തിരുവനന്തപുരമൊക്കെ അങ്ങനെയല്ല, ഇതൊരു മരുഭൂമിയാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലം. 76.6 കിലോമീറ്ററാ ഈ മനുഷ്യൻ നടന്നേ, യാത്ര ചെയ്ത ഈ ഫിലിപ്പോസ്. ഒരാത്മാവിന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി. യേശു ഉച്ചയ്ക്ക് പൊള്ളുന്ന വെയിലത്ത് കിണറിന്റെ കരയില് ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തിരുന്നു. ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ കാറ്റിനെയും കടലിനെയും അഭിമുഖീകരിച്ച് മൈലുകൾ കർത്താവ് യാത്ര ചെയ്തു കടലിലൂടെ. അങ്ങനെയാണെങ്കിൽ ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഫിലിപ്പോസ് ഒരാത്മാവിന് വേണ്ടി നടന്നത് 76.6 കിലോമീറ്റർ. ഇത് വായിക്കുമ്പോൾ ഒരു സുവിശേഷകനാകുന്ന എന്റെ അകം കത്തുക. അല്ലാത്തവർക്കൊന്നും തോന്നത്തില്ല, പക്ഷെ ഒരു ഇവാഞ്ചലിസ്റ്റിക് പാഷൻ ഉള്ളവന്റെ അകം കത്തുക. എന്നിട്ട് ഈ നടക്കാൻ തയ്യാറായവനെ, ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടി കേട്ടോ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. സുവിശേഷത്തിന് വേണ്ടി അനുസരണത്തോടെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് 76 കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചവനെ അവൻ അത് അനുസരിച്ചപ്പോൾ തിരിച്ച് നടത്തിയില്ല, അവനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി. ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി. ഇനി നീ നടക്കണ്ട.
കർത്താവ് നടക്കാൻ പറയുമ്പം നീ ഓടിയാൽ, ദൈവം നിന്നോട് പറയുന്നത് നീ അനുസരിച്ചാൽ, ഉറപ്പാ നിനക്ക് പ്രൊമോഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പ്രതികൂലം നീ ശ്രദ്ധിക്കരുത്. ഇനി ഗാസയിൽ നിന്ന് അസ്തോദിലോട്ടാ കൊണ്ടുപോകുന്നത് അല്ലേ? അസ്തോദിലാ പിന്നെ പുള്ളിയെ കാണുന്നേ, ഫിലിപ്പോസിനെ അസ്തോദിലാ കാണുന്നേ. ഗാസയിൽ നിന്ന് അസ്തോദ് വരെ 34 മൈലുണ്ട്. ചുമ്മാ നോക്കിക്കോ, 34 മൈൽ എന്ന് പറഞ്ഞാൽ അത് പാലസ്തീനിലാ. 54.718 55 കിലോമീറ്ററുകളുണ്ട് ഗാസയിൽ നിന്ന് അസ്തോദ് വരെ. 55 കിലോമീറ്റർ ഒരുത്തനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയെന്ന്. ഇതേ ആത്മാവാണല്ലോ ഇന്നും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്, സംശയമൊന്നുമില്ലല്ലോ ആർക്കും. പക്ഷേ നമ്മൾ പരിമിതപ്പെടുത്തുന്നു, നമ്മൾ ആത്മാവിന്റെ ലഭ്യതയെ സ്വീകരിക്കാൻ തയ്യാറല്ലാതാകുന്നു. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാ ചേട്ടാ പരിശുദ്ധാത്മാവ്. ഞാൻ മലയാളികളോടായി പറയുന്നത്, ഇംഗ്ലീഷ് പുറകെ വരും. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറമാ. നിങ്ങളുടെ കമ്മിറ്റിയിലും നിങ്ങളുടെ സമിതിയിലും നിങ്ങളുടെ പോക്കറ്റിലും ഇരിക്കുന്നവനല്ല ദൈവാത്മാവ്. അന്ന് ഈ റിവൈവൽ നടക്കുമ്പം, മൈ ഗോഡ്, ശമര്യയില് ഈ ഉണർവ് നടക്കുന്ന സമയത്ത് ഈ വിഷ്ക്രാഫ്റ്റ് ചെയ്യുന്ന മനുഷ്യൻ, മന്ത്രവാദിയായ മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആഭിചാരം ചെയ്ത മനുഷ്യൻ, അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് ഷിമോൻ കണ്ടു. ഷിമോൻ എന്ന് പറയുന്നത് ആരാന്നറിയോ? അവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള മന്ത്രവാദം ചെയ്യുന്ന മനുഷ്യനാണ്. അവർക്ക് ദ്രവ്യം കൊണ്ടുവന്ന്, കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കുവാൻ വേണ്ടി ഞാനും ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിക്കാൻ എനിക്ക് അധികാരം തരണോ? ഈ വിഷ്ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ മന്ത്രവാദിയായ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഈ മനുഷ്യൻ പറയുക അപ്പോസ്തലന്മാരോട്, ഞാൻ കുറച്ച് കാശ് തരാം, അവൻ അത്രയും വിവരമേ ഉള്ളൂ, ഞാൻ കുറച്ച് കാശ് തരാം, ഈ പരിശുദ്ധാത്മാവിനെ എനിക്കൂടെ തരണം, കാരണം അടുത്ത ദിവസങ്ങളിൽ ഞാനും കൈവെക്കുമ്പോൾ ആൾക്കാരിൽ പരിശുദ്ധാത്മാവ് വരണം. അപ്പം മന്ത്രവാദി തിരിച്ചറിഞ്ഞു, ആഭിചാരകൻ തിരിച്ചറിഞ്ഞു, ആഭിചാരത്തെക്കാൾ വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിലുള്ളതെന്ന്. ആഭിചാരകൻ മനസ്സിലാക്കി, ആഭിചാരവും താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനേക്കാളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, കണക്കെടുക്കാൻ പോലും കഴിയാത്ത ശക്തിയാ പരിശുദ്ധാത്മ ശക്തി എന്ന്. അതുകൊണ്ടാ താൻ പറഞ്ഞേ എനിക്ക് ഈ ശക്തി വേണം, കാരണം ഇതുവരെ ഞാൻ കണ്ടതും ചെയ്തതും ഒന്നും ഇതിന്റെ മുമ്പിൽ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കിയത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാ ആഭിചാര മന്ത്രവാദ ക്രിയകളെക്കായാലും, ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളെക്കായാലും, വ്യക്തികളെക്കായാലും, ഈ ലോകത്തിലുള്ള സകലത്തിനേക്കായാലും വലുതാണ് പരിശുദ്ധാത്മ ശക്തി എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? We find Philip doing a greater ministry in Samaria, and a great revival happened in Samaria. And two important verses, verse 29, which says, Spirit said to Philip, go near and overtake this chariot. And 39, now the Spirit of the Lord caught Philip away. These two verses cannot be explained without the background. He was doing a great ministry and multitude came to faith, and sorcerers were just burning all the things related to the sorcery, and it was a great blessing happening. And in that, a person called Simon also came forward. He was operating in the evil spirit, and now he understood this is an overwhelming power, a power which is surpassing the power which he possessed. And he even understood, he knows that working with another power is something important. And when he understood this power, he said he even gave money to wanted to give money to the apostles to get this power on him. And from that, what we can understand, two things. First thing is that
he understood the power of God. Second thing is that we cannot confine Holy Spirit to our committees, to our commitments, to our money or anything. Holy Spirit is beyond that. And in that, from that kind of a great revival, this man called Philip, the servant of the Lord Philip, was taken. He was asked by the Lord to go, rise and go to the south along the road which goes down from Jerusalem to Gaza. It's not a nearby place. It's almost 76 kilometers from Jerusalem to Gaza. That means it was a great journey. The Lord asked him, go. And we find in verse 29, Spirit says, go near and overtake the chariot. And what Philip did was, in next verse, he ran to him. That means he was asked to walk or go, but what he did was he ran. Always in the history of the church, the Lord has used people who is zealous for the Lord, who are zealous for the Lord. If you want to be used by the Lord, when the Lord says you just walk, you need to run. Such zealous people, the Lord will always honor such people. And towards the end, you can find this man delivered the message to the Ethiopian finance minister, and he was baptized. And after that, what the Lord says is what we find in 39. The Spirit of the Lord caught hold of Philip, and we find that person in Asdod. That is almost 54 to 55 kilometers away from what he was. When you obey what the Lord says, when you heed to the word of God, when you undergo all sorts of circumstances working against you, but still if you follow the Lord will take you up. The Lord will increase your speed. The Lord will take you in flight to the places whitherto you have not reached. That's the power of the Holy Spirit upon you. ഞാൻ എപ്പോഴും ഈ വിഷയം ഇങ്ങനെ ചിന്തിക്കുക, ഇതൊരു കഥയല്ലെന്ന്. അപ്പോസ്തല പ്രവൃത്തിയെങ്കിലും കഥയല്ലെന്ന് ഒന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഇതൊന്നും ഒരു കഥയല്ല. ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയെന്ന്, അതും 54ഓളം കിലോമീറ്റർ. നിമിഷങ്ങൾ കൊണ്ട് കൊട്ടാരക്കരയിൽ സ്നാനം കഴിഞ്ഞിട്ട് പുടുന്നനവേ ഈ പുള്ളിയെ പിന്നെ കാണുന്ന തിരുവല്ലയില. നോർത്ത് നോക്കി, പുള്ളി തിരുവല്ല നിൽക്കുന്നയാ കാണുന്നേ. Amazing, the Spirit of the Lord is amazing. His power is supernatural, not natural. It is amazing. അതിൻ്റെ ഒരു അംശം കേരളക്കര കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു അംശം ഇന്ത്യ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരറ്റം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണാനുള്ള ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. അത് കാണാനുള്ള ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. അത് പകരാനായി ചിലരെ ദൈവം അന്വേഷിക്കുന്നു. ദൈവം ചിലരെ അന്വേഷിക്കുന്നു. Thank you, Holy Ghost. എൻ്റെ ഉള്ളത്തിൽ ഇത് കർത്താവ് പറയുന്നു, ദൈവം അന്വേഷിക്കുന്നു, ദൈവം തിരക്കുന്നു. Thank you, Jesus. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ക്ലോസ് ചെയ്യുക. എൻ്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കർത്താവ് എന്നെ അറിയിക്കുന്നത് എനിക്കറിയാം. നെക്സ്റ്റ് സൺഡേ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ, അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകും. പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മ ഒരു വ്യക്തിയിൽ വരുമ്പോൾ നമ്മൾ കണ്ടു, ആവിചാരകൻ മന്ത്രവാദം ചെയ്തവൻ തിരിച്ചറിഞ്ഞു, അവൻ ചെയ്യുന്ന മന്ത്രവാദ ശക്തികളെക്കായാലും താൻ ഉപയോഗിക്കുന്ന പൈശാചിക ശക്തികളെക്കായാലും വർണ്ണിക്കാൻ കഴിയാത്ത 10,000 മടങ്ങ് ശക്തിയാണ് പരിശുദ്ധാത്മാവിനുള്ളതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ ആ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചു പോയത്. പക്ഷെ എങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ ആകെ അറിയാവുന്നത്, ഇവനും ആൾക്കാർ കാശ് കൊണ്ട് കൊടുത്താ മന്ത്രവാദം ചെയ്യുന്നേ, ഇവനും തിരിച്ച് കാശ് കൊണ്ട് കൊടുക്കാൻ പോയി പരിശുദ്ധാത്മാവിന് വേണ്ടി. കാശിന്റെ പുറകെ പോകാത്ത ഒരുത്തനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ ഉള്ളൂ. പൈസ കൊടുത്താൽ കിട്ടാത്ത, പൈസ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ ഇറക്കാന്ന് ആരും വിചാരിക്കരുത്. പൈസയുടെ പുറകിൽ ചായാത്ത ഒരുവനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നവരുടെ മേൽ സൗജന്യമായി പകരപ്പെടും. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വെളിപ്പെട്ടു വരും. അത് വിശ്വസിക്കുന്നവരെ നിറയ്ക്കും. നീ മതിയേന്ന് പറഞ്ഞാലും നിറച്ചുകൊണ്ടിരിക്കും. ഓ ഹല്ലേലൂയ. അളവ് കൂടാതെയല്ലോ അവൻ തന്റെ ആത്മാവിനെ പകരുന്നത്. അളവ് കൂടാതെ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികളിൽ
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ അതിപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകും. ഒന്ന്, നമ്പർ 1, അപ്പോസ്തലപ്രവൃത്തി 4:31. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഞാൻ നേരത്തെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ 55 കിലോമീറ്റർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ പോലെ അവര് കുലുങ്ങിയെന്നല്ല, അവർ കുലുങ്ങിയെന്നല്ല. And when they had prayed, the place was shaken. The place was shaken. നിന്റെ പട്ടണത്തെ കുലുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഓ, നിന്റെ സ്ഥലത്തെ ഇളക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അപ്പോസ്തലന്മാർ രാത്രിയിൽ കാരാഗ്രഹത്തിൽ ഇരുന്ന് ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ചെങ്ങല പൊട്ടിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. It's a power. വെറുതെ പാടുവല്ല. There is power, power, wonder working power. Hallelujah. Not by might, not by power, by my spirit, says the Lord. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അകത്ത് വന്ന് ഇരിക്കുന്നവനൊന്ന് കുലുങ്ങണേന്ന്, കസേര വന്നിരിക്കുന്നവനൊന്ന് അനങ്ങണേന്നാ പ്രാർത്ഥിക്കുന്നത്. കസേര വന്ന് ഇരിക്കുന്നവനൊന്ന് അനങ്ങണേന്ന. പക്ഷെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അകത്തിരുന്നവനല്ല കുലുങ്ങി, വീട് വരെ ഷെയ്ക്കനായി. ഭൂകമ്പം ഉണ്ടാകുവാന്നോന്ന് ആൾക്കാർക്ക് തോന്നിപ്പോയി. My God, my God, precious God. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇത് ഞാൻ എവിടെയൊക്കെ കാണുന്നുണ്ടെന്നറിയാവോ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. നിർത്തിയെന്നല്ല, തുടങ്ങി കേട്ടോ, തുടങ്ങി. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 4:33 ഇതേ പദം കാണുന്നു. പരിശുദ്ധാത്മാവ് അവരിരുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. വായി തുറന്ന് പറഞ്ഞ് എല്ലാവരും ഇന്ന് ഈ ലൈവ് സർവീസിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇതിന്റെ ഒടുവിലത്തെ പ്രാർത്ഥനയിൽ എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. അവിടെ എന്നിട്ട് അടുത്ത വാക്യം, രണ്ട് കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു. നമ്പർ 1, ദൈവവചനം അവർ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് അവരെ നിറച്ചപ്പോൾ, ലിസൺ പ്ലീസ്, പരിശുദ്ധാത്മാവ് അവരെ നിറച്ചപ്പോൾ അവർക്കെല്ലാം ധൈര്യമുണ്ടായി. എഴുതി വെച്ചോണം, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ അവനുണ്ടാകുന്ന അതിപ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്, അവൻ ധൈര്യമുള്ളവനായിരിക്കും. അപ്പോസ്തലപ്രവൃത്തിയിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാരുടെ ധൈര്യം കാണുകയാലും അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമെന്ന് അറിയുകയാലും ആശ്ചര്യപ്പെട്ടു. ധൈര്യം, ധൈര്യം. അത് തൻ്റെ ഇടമെന്നല്ല അതിൻ്റെ അർത്ഥം. ഗുണ്ടായിസമൊന്നുമല്ല, ആത്മീയ ഗുണ്ടായിസം. അത് ഗുണ്ടായിസമല്ല, അത് തൻ്റെ ഇടമല്ല. ആ ധൈര്യം കർത്താവിന് വേണ്ടി മരിക്കാനുള്ള ധൈര്യം, സുവിശേഷത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ധൈര്യം. ഇന്ന് വേറെ ധൈര്യമുണ്ട് പലർക്കും, ഇതിനൊട്ട് ധൈര്യവും ഇല്ല. കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, സുവിശേഷത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ധൈര്യം അപ്പോസ്തലന്മാർക്കുണ്ടായി. അതാ 2 തിമോത്തിയോസ് 1:7 പറയുന്നേ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. 2 തിമോത്തി chapter 1 verse 7. നിങ്ങൾക്ക് ലഭിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. പല ആൾക്കാരും മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട്.
പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് സുബോധം ഉണ്ടാകണം. അതുകൊണ്ട് അമ്മാമ അനങ്ങരുതെന്ന് പറയുന്നുണ്ട്. മേളത്തെ രണ്ട് കാര്യങ്ങൾ പറയുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു ശക്തിയുണ്ട്, നിങ്ങളിൽ വ്യാപരിക്കുന്നൊരു സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്ന ചില ബോധ്യങ്ങളുണ്ട്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് തന്നത്. ഇത് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടും. ഞാനതാ നേരത്തെ പറഞ്ഞ്, ഒരിക്കലും പരിശുദ്ധാത്മാവ് പേടിപ്പിക്കുന്നവനല്ല, ഒരിക്കലുമല്ല. ആശ്വാസപ്രദന, കംഫർട്ട് എന്നുള്ള പദമല്ലേ പാസ്റ്റർ? കംഫർട്ട്, ആ കംഫർട്ട് തരുന്നവനാ. നിന്നെ ഇതാ അങ്ങനെ ചെയ്യാൻ പോകുന്നു, നിന്നെ ഇതാ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, നിന്റെ വീട്ടിൽ ഇതാ അങ്ങനെ ചെയ്യാൻ പോകുന്നു. നോ നോ. എന്നെ രോഗിയാക്കാനാന്നേ പിന്നെന്തിനാ കർത്താവ് അടിപ്പിണർ ഏറ്റെടുത്തേ? എന്നെ തകർത്ത് കളയാനാണ് എന്തിനാ കർത്താവ് വിളിച്ചത്? എന്നെ വിളിച്ചത് മാനിക്കാൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ, നാട്ടുകാരെല്ലാം കൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ തീർത്ത് കളയുമെന്നല്ല. ശുശ്രൂഷയിൽ സുവിശേഷത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകാം. യഥാർത്ഥമായി സുവിശേഷം അറിയിച്ചിട്ട് കർത്താവിന് വേണ്ടി നിന്നിട്ട് മരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സുവിശേഷ വേലയുടെ പുറകെ പോയിട്ട് വേല കാണിച്ച ആൾക്കാർ മെറ്റൽ പറക്കി എറിയുന്നതല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥമായി സുവിശേഷം അറിയിച്ചിട്ട് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നിട്ട് എത്രയോ രാജ്യങ്ങളിൽ, ചൈനയിലും റഷ്യയിലും, നമ്മൾ പോലും അറിയാതെ എത്രയോ സ്ഥലങ്ങളിൽ ആൾക്കാരെ കൊന്നുകളയുന്നു. അതൊരു കോളിങ്, അതൊരു വിളിയാ. എല്ലാവർക്കും ഒന്നും രക്തസാക്ഷിയാകാനൊന്നും പറ്റുകയില്ല, പറ്റത്തില്ല. അതൊരു വിളിയാ. നിന്നെ വിളിച്ചപ്പോ തന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് നീ എങ്ങനെ ചാകണമെന്ന്. നിന്നെ വിളിച്ചപ്പോൾ നിന്റെ വിളിക്കകത്ത് നിന്റെ ഭാര്യ ആരായിരിക്കണമെന്നുണ്ട്, നിന്റെ വിളിക്കകത്ത് നിന്റെ ഭർത്താവ് ആരായിരിക്കണമെന്നുണ്ട്, നിന്റെ വിളിക്കകത്ത് നിന്റെ ചർച്ച ഏതായിരിക്കണമെന്നുണ്ട്, നിന്റെ വിളിക്കകത്ത് നിന്റെ പാസ്റ്റർ ആരായിരിക്കണമെന്നുണ്ട്, നിന്റെ വിളിക്കകത്ത് ഏത് രാജ്യമായിരിക്കണമെന്നുണ്ട്, നിന്റെ വിളിക്കകത്ത് നിന്നെ വിളിച്ചവനെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഡേയിൽ ഒരു യങ്സ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ പറഞ്ഞത്, നിന്നെ ദൈവം അഭിഷേകം ചെയ്ത ആ അഭിഷേകത്തിലൊന്നെങ്കിലും വിശ്വസിക്ക്. ആ അഭിഷേകം തീരുമാനിക്കട്ടെ നീ എന്താകണമെന്ന്. നിന്റെ മേലുള്ള അനോയിന്റിങ് ഡിസൈഡ് ചെയ്യട്ടെ നിന്നെ എവിടെ എത്തിക്കണമെന്ന്. നിന്റെ മേലിൽ വന്ന പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, പരിശുദ്ധാത്മാവ് നൽകേണ്ടത് നൽകും. എന്നെ അഭിഷേകം ചെയ്ത ദൈവം എന്നിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാകണമെന്നുള്ളത് ദൈവം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കും, അതെല്ലാം ഉണ്ടായിരിക്കും. അസൂയുള്ളവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നു. അസൂയുള്ളവന്റെ അസ്ഥി ആർത്രൈറ്റീസ് അവർക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഐ ക്യാൻസൽ ദാറ്റ് ഇൻ ജീസസ് നെയിം. ലീവ് ഇറ്റ്. അതുകൊണ്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ധൈര്യമുള്ളവരായിരിക്കും. പറഞ്ഞേ ധൈര്യം, ധൈര്യം. ഹല്ലേലൂയ. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. അവർ ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു. ആരായി ധൈര്യം കാണിച്ചവർ? ഒരു നിസ്സാരമായ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെ യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ്. ഈ ധൈര്യം കാണിച്ചവരാരാ? ഓടി ഒളിച്ചവർ. ഈ ധൈര്യം കാണിച്ചവരാരാ? ഭയങ്കര പേടിച്ച് കതകടച്ച് കയറി യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നവർ, ഗതശമനയിൽ ഓടിക്കളഞ്ഞവർ. ഇവരാ ധൈര്യമുള്ളവരായി മാറി. ഈ ധൈര്യം എവിടുന്ന് കിട്ടി? പരിശുദ്ധാത്മാവരിൽ വന്നപ്പോൾ. പരിശുദ്ധാത്മാവരിൽ വന്നപ്പോൾ. ഒന്ന് എഴുതിക്കൊള്ളുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവനിൽ ധൈര്യമുണ്ടാകും. രണ്ട്, റോമർ 5:5. റോമർ 5:5 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ദൈവത്തിന്റെ സ്നേഹം.
പറയാമോ? ധൈര്യം, സ്നേഹം പരിശുദ്ധാത്മാവ് തരുന്നു. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ഒന്നാമത് അവനിൽ ഒരു ധൈര്യമുണ്ടാകും. 2, ആ വ്യക്തി സ്നേഹമുള്ള വ്യക്തിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ന് സമയമെടുത്ത് പ്രസംഗിച്ചാൽ പ്രശ്നമാകാം. കാരണം പലരിലും പരിശുദ്ധാത്മാവില്ലെന്ന് നിങ്ങൾ കൺഫേം ചെയ്യും. അത് വേണ്ട. പലരിലും പരിശുദ്ധാത്മാവില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും ഞാനൊരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ. കാരണം പരിശുദ്ധാത്മാവുള്ളവനിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവും. വലിയ ആത്മീയതയൊക്കെ കാണിച്ച്, വലിയ ഭക്തിയൊക്കെ നടിച്ച്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന പലരെയും നിങ്ങൾക്ക് പിടികിട്ടും. പലരെയും പിടികിട്ടും. ഞാൻ ഇന്നലെ ഒരു ലീഡർഷിപ്പ് മീറ്റിംഗിൽ, ഒരു സർവീസിൽ പ്രത്യേകിച്ച് പറയുമായിരുന്നു, വിശ്വസ്തതയും സ്നേഹവും തെളിയിക്കാനുള്ളതാണ്. തെളിയിക്കപ്പെടണം. അവിശ്വസ്തനാകാൻ സാഹചര്യമുള്ളപ്പോൾ വിശ്വസ്തത തെളിയിക്കപ്പെടണം. സ്നേഹം പ്രൂവ് ചെയ്യണം. യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ സ്നേഹത്തെ ഈ ഭൂമിയിൽ വന്ന് പ്രകടമാക്കി, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, വെളിപ്പെടുത്തി. സ്നേഹവും വിശ്വസ്തതയും പ്രകടമാക്കാനുള്ളതാ, വെളിപ്പെടുത്താനുള്ളതാ. വാക്കിൽ, പ്രവൃത്തിയിൽ, സമയത്തിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, എവറി ഏരിയാസ് ഇൻ യുവർ ലൈഫ്. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളിൽ പ്രധാനമായി ഞാൻ കാണുന്ന 2 സത്യമാണ്. ഒന്ന്, അവർക്ക് കർത്താവിന് വേണ്ടി, അവര് ദൈവത്തിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ചിട്ട് അവർ മുങ്ങിയൊന്നും നടക്കത്തില്ല. അവർ ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ട് അവരൊരിക്കലും ആരുടെയും മുമ്പിൽ കർത്താവിനെ തള്ളി പറയത്തില്ല. രക്ഷിക്കപ്പെട്ടെന്ന് വെച്ചാൽ തൻ്റെ അടുത്തോട് പറയും രക്ഷിക്കപ്പെട്ടെന്ന്. പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു എന്ന് വെച്ചാൽ പറയും യെസ്, ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച ആളാന്ന് പറയും. എവിടെയാ ഇപ്പം ആരാധനയ്ക്ക് വന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ചർച്ചിലാണ് പോയി കർത്താവിനെ ആരാധിക്കുന്നതെന്ന് പറയും. ഒളിച്ചുകളികളൊന്നുമില്ല. അവർക്ക് ധൈര്യമുള്ളവരായിരിക്കും. അല്ലാതെ പരിശുദ്ധാത്മാവ് ഒരുത്തിന് വരുമ്പോൾ കൊടുക്കുന്ന ധൈര്യം സുവിശേഷത്തിനായിട്ടുള്ള ധൈര്യമാണ്. 2, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടോ? കൺഫേം ചെയ്യാം, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെന്ന്. ജന്മം നൽകിയ മാതാപിതാക്കളോടും, സഹജീവികളോടും, സഹോദരങ്ങളോടും, സഭയോടും, സഹപ്രവർത്തകരോടും നിങ്ങളുടെ അകത്ത് സ്നേഹമുണ്ടോ? ആ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമാ ദൈവമക്കളെ ഹൃദയത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. പുറമേ കാണിക്കുന്ന കുറെ പ്രകടനങ്ങൾ മാത്രമല്ല പരിശുദ്ധാത്മാവ്, ആ സ്നേഹമാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. മുട്ടോളമല്ല കർത്താവേ, അരയോളം പോര കർത്താവേ, അങ്ങിൽ മുങ്ങിടാൻ എനിക്ക് കൊതിയാകുന്ന കർത്താവേ, നിറയ്ക്കണേ നിന്റെ ആത്മാവിൽ.